നമസ്കാരം. യുദ്ധക്കളത്തിലെ സമവാക്യങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈപ്പർസോണിക് സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും വെറും സങ്കല്പങ്ങളല്ല, മറിച്ച് പ്രായോഗിക യുദ്ധമുറകളായി പരിണമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റഷ്യ അനാവരണം ചെയ്ത നിരവധി ആയുധങ്ങളിൽ ചിലത് യുദ്ധഭൂമിയിൽ പരിഷ്കരിച്ചവയും മറ്റു ചിലത് രാജ്യത്തിന്റെ ഭൂപ്രദേശ സംരക്ഷണത്തിന് തന്ത്രപരമായ ഭീഷണി തുല്യതയുമായാണ്. പരിമിതിയില്ലാത്ത ദൂരപരിധിയിലുള്ള മിസൈലുകളിൽ നിന്നും ആണവ ചാലക സാങ്കേതികതയുള്ള സി ഡ്രോണുകളിലേക്കും ഹൈപ്പർസോണിക് ആക്രമണ സിസ്റ്റങ്ങളിലേക്കും റഷ്യയുടെ സൈനിക ഗവേഷണത്തിനായി ഒരു നിർണായക വർഷമായി മാറുകയാണ് 2025. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചതനുസരിച്ച് ഒറേഷ്നിക് ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം ഈ വർഷം അവസാനത്തോടെ പൂർണ്ണമായും സേവനത്തിലാകും. ആണവ വാർഹെഡുകളും നിരവധി സ്വതന്ത്ര ലക്ഷ്യമിടലുകളും വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധങ്ങളെ മറികടക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024 ഉക്രൈനിലെ സൈനിക പ്ലാന്റിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിലൂടെ ഇതിന്റെ ആദ്യത്തെ യുദ്ധശേഷി പ്രദർശിപ്പിച്ചു. മാത്രമല്ല, ബെലാറസുമായി ഒപ്പിട്ട കരാറിലൂടെ 10 യൂണിറ്റുകൾ വരെ അയൽ രാജ്യത്തിൽ വിന്യസിക്കാനുള്ള പദ്ധതിയും നിലവിലുണ്ട്. ഈ വർഷം ലോക ശ്രദ്ധയാകർഷിച്ച മറ്റൊരു പ്രധാന റഷ്യൻ ആയുധമാണ് ബ്യൂറ വെസ്റ്റ്നിക്. ഈ ക്രൂയിസ് മിസൈൽ ഇതിന്റെ പ്രത്യേകത ഇനി എന്താണെന്ന് നോക്കാം. ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണ മിസൈലുകൾക്ക് ഇന്ധന പരിധിയുണ്ടെങ്കിൽ ഇതിന് സിദ്ധാന്തപരമായി ലോകം മുഴുവൻ എത്ര നേരം വേണമെങ്കിലും പറന്നു നടക്കാൻ സാധിക്കും. പരീക്ഷണ പറക്കൽ 15 മണിക്കൂറിലധികം വായുവിൽ തങ്ങി 14,000 കിലോമീറ്ററിലധികം ദൂരം ഇത് പിന്നിട്ടു. വെറും നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തന സജ്ജമാകുന്ന ഇതിന്റെ ആണവ സാങ്കേതിക വിദ്യ വലിയൊരു നേട്ടമാണെന്നും പുടിൻ അവകാശപ്പെടുന്നു. ഭാവിയിൽ പ്രതിരോധ മേഖലയ്ക്ക് പുറമെ മറ്റ് ആവശ്യങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം. ബ്യൂറ വെസ്റ്റ്നിക്കിന് പിന്നാലെ റഷ്യ അവതരിപ്പിച്ച മറ്റൊരു മാരകായുധമാണ് പോസിഡോൺ. ഈ ആണവ സീഡോൺ കടലിനടിയിൽ സഞ്ചരിക്കുന്ന, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചെറിയ അന്തർവാഹിനി പോലെയാണ്. ശത്രു രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങൾ വൻ സുനാമി തിരമാലകൾ വരെ സൃഷ്ടിച്ച് നഗരങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതിവേഗത്തിൽ സഞ്ചരിക്കുവാനും ശത്രുക്കളുടെ ചാരക്കണ്ണുകളിൽ പെടാതെ കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുവാനും ഇതിന് സാധിക്കും. ഈ ഡ്രോണുകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഹബറോസ്ക് എന്ന പ്രത്യേക അന്തർവാഹിനിയും റഷ്യ സജ്ജമാക്കിയിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലൈഡ് ബോംബുകൾ. പഴയ ബോംബുകളിൽ UMPK എന്ന പ്രത്യേക ഉപകരണം ഘടിപ്പിച്ച് അവയെ അത്യാധുനിക മിസൈലുകൾ പോലെ മാറ്റുന്ന രീതിയാണിത്. പുതിയ ബോംബുകളിൽ ചെറിയ ജെറ്റ് എഞ്ചിനുകൾ കൂടി ചേർത്തതോടെ ഇവ ക്രൂയിസ് മിസൈലുകളെ പോലെ അതിശക്തമായി മാറി. ഇത് ഉക്രൈൻ സേനയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. റഷ്യയുടെ സൈനിക കരുത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജറാൻ. ഈ ഡ്രോണുകൾ നിർമ്മിക്കുവാനായി റഷ്യ വലിയ ഒരു ഫാക്ടറി തന്നെ സ്ഥാപിച്ചതോടെ ഡ്രോൺ നിർമ്മാണം വൻതോതിൽ വർദ്ധിച്ചു. വെറുതെ പറക്കുന്ന ഡ്രോണുകൾ മാത്രമല്ല, ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് വേഗത്തിൽ പോകുന്നവയും ശത്രു വിമാനങ്ങളെ വേട്ടയാടുന്നവയും നിരീക്ഷണത്തിന് സഹായിക്കുന്നവയും ഇതിലുണ്ട്. ഉക്രൈൻ യുദ്ധഭൂമിയിൽ പലതരം ജറാൻ ഡ്രോണുകൾ റഷ്യ ഇപ്പോഴും പരീക്ഷിച്ചു വരികയാണ്. റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിരോധ സംവിധാനമായ S-500 വിന്യസിച്ചു കഴിഞ്ഞു. അതിവേഗത്തിൽ വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെയും ബഹിരാകാശത്തിന് തൊട്ടു താഴെ പറക്കുന്ന ശത്രു ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. നിലവിൽ S-300, S-400 സിസ്റ്റങ്ങളെക്കാൾ കരുത്തനായ ഒരു സുരക്ഷാ കവചമാണിത്. റഷ്യയുടെ ഈ വമ്പിച്ച ആയുധ ശേഖരം ലോകത്തെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. അതിവേഗ മിസൈലുകൾ, ആണവ ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന യുദ്ധമുറകൾ എന്നിവ ഭാവിയിൽ യുദ്ധത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും.